ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ആദ്യമായി നമുക്ക് രണ്ട് ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ആദ്യം നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഇത് ചില ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ക്ലിപ്പും എൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നൊരു വീഡിയോ ക്ലിപ്പാണ്. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യം ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണുക, അതിനുശേഷം നമുക്ക് ചില കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാം. We have pastors whose wife ran away with associate pastor and came back and still church is growing. ബാംഗ്ലൂരില് ഞങ്ങളുടെ പല പാസ്റ്റർമാരുടെയും ഭാര്യമാര് അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ചർച്ചിൽ ഞാൻ പറയാറുണ്ട്, ആരെങ്കിലും ചർച്ചിൽ പ്രവചിച്ചാൽ ഞാൻ അവരെ മുടക്കും. ചർച്ചിൽ പ്രവചിച്ചാൽ ഞാൻ മുടക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രസംഗിക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. നീ പ്രവചിക്കണം. അടുത്ത വെള്ളിയാഴ്ച മസ്ജിദിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് പ്രവചിക്ക്. അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ വിളിച്ചു പറ. അവൻ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. നീ അമ്പലത്തിൽ പോ, പൂജാരി തൊട്ട് ഇങ്ങോട്ട് പ്രവചിക്കവരോട്, അവർക്ക് കേൾക്കണം. അത് പ്രവചിച്ചവരെ എല്ലാവരും ആ വീഡിയോ ക്ലിപ്പ് വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ ആത്മാക്കളെ ലഭിക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രത്തോളം വിദ്യാഭ്യാസവും സഭാ പാസ്റ്ററായി പരിചയവും വലിയ വലിയ സഭകളെ നയിക്കുവാനും നടത്തുവാനും ഒക്കെയുള്ള കൃപകളും കൃപാവരങ്ങളും ഒക്കെ പ്രാപിച്ചു എന്ന് പറയുന്ന ഈ ദൈവദാസന്മാർ പൊതുവേദിയിൽ വന്നിട്ട് ഇപ്രകാരമുള്ള ദൈവസഭകളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അസഹനീയമായി തോന്നുന്ന ഒന്നാണ് ഇപ്രകാരം പൊതുജനമധ്യത്തിൽ നിന്ന് ഒരിക്കലും വിളിച്ചു പറയാൻ കൊള്ളത്തില്ലാത്ത കാര്യങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളത്. പരിശുദ്ധ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് തങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നതെന്നും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്നും ആ ആത്മാവിൽ സംസാരിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യപ്പെടുമെന്നൊക്കെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവദാസനാണ് അദ്ദേഹം. ബാംഗ്ലൂർ പോലുള്ള വലിയൊരു പട്ടണത്തിൽ അനേക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ടൊക്കെ പ്രസംഗിക്കുകയും ലോകരാജ്യങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന ഗോഡ്സ് ചാനൽ പോലെയുള്ള ചാനലുകളിലൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഇവർ കേവലം സാധാരണ മനുഷ്യരെക്കാൾ താഴേക്കിറങ്ങി ചിന്തിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. ഒന്ന്, ആദ്യം കാണിച്ച ക്ലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോട്ടയത്ത് പ്രത്യാശോത്സവം എന്ന് പറയുന്ന ഒരു വലിയ മാമാങ്കത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ്. അപ്പോൾ ആ പ്രത്യാശോത്സവത്തിൽ വന്നിട്ട് സഭയുടെ സകല പ്രത്യാശകളെയും തല്ലിക്കെടുത്തുമാറുള്ള ഒരു വാക്കായിപ്പോയി. അത് അനേക ലക്ഷങ്ങൾ വാച്ച് ചെയ്ത ആ വീഡിയോ ഇന്നും അത് സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അപ്രകാരമുള്ള ആ തെറ്റുപറ്റലുകളൊക്കെയും പറ്റിയതിന് ശേഷം വീണ്ടും മറ്റൊരു വലിയ ബ്ലണ്ടറുമായിട്ടാണ് അദ്ദേഹം വീണ്ടും സമൂഹത്തിലേക്ക് വന്നിട്ട് പിന്നെയും പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സഭയിൽ ഞാൻ പ്രവചിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത്, എൻ്റെ സഭയിൽ പ്രവചിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വിലക്കും. കാരണം സഭയിൽ പ്രവചനത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഏത് വേർഷനാണെന്ന് എനിക്കറിയത്തില്ല, ഏത് ലാംഗ്വേജിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ലോകത്തിൽ ഏത് വേർഷനും ഏത് ലാംഗ്വേജിൽ എഴുതിയാലും ബൈബിളിലെ വാക്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ പ്രവചനം അത് സഭയ്ക്കകത്ത് പറയാൻ പറ്റുന്നതല്ല, പറയേണ്ടതല്ല. അതേതെങ്കിലും മസ്ജിദിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ദിരത്തിൻ്റെ അമ്പലത്തിൻ്റെയോ ഒക്കെ ഫ്രണ്ടിൽ പോയി അവിടെ നിന്നുകൊണ്ട് പറയാനുള്ള കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ഇദ്ദേഹം പറഞ്ഞതും ബൈബിൾ വാക്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാനായിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം നമുക്ക് ഒന്ന് വായിക്കാം. അതിൻ്റെ 22-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്യഭാഷയാണെങ്കിൽ അത് വിശ്വാസിക്കുള്ളതല്ല, അത് അവിശ്വാസിക്കുള്ളതത്രേ. എന്നാൽ പ്രവചനത്തെപ്പറ്റി പറയുമ്പോൾ പ്രവചനം ഒരിക്കലും അവിശ്വാസിക്കുള്ളതല്ല, അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണെന്നാണ്, വിശ്വാസിക്കുള്ളതാണെന്നാണ് ഈ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അതിൻ്റെ 14-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു പുസ്തകമാണ് 1 കൊരിന്ത്യർ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ കാര്യം അദ്ദേഹം ഏത് ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതാണെന്ന് നമുക്കറിയത്തില്ല. വിവിധ ലാംഗ്വേജുകളിൽ പ്രസംഗിക്കുന്ന ആളാണ്, വിവിധ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്നയാളാണ്, ബൈബിൾ പഠിപ്പിക്കുന്നയാളാണ്. അപ്പോൾ ഈ സഭയിൽ പ്രവചിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. എന്താണ് സഭയിൽ പ്രവചിക്കരുതെന്ന് പറഞ്ഞത്? എന്താണ് സഭയിൽ പ്രവചിച്ചാൽ ഞാൻ വിലക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചു. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാനിടയായി തീർന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അന്നേരമാണ് ആദ്യത്തെ ക്ലിപ്പിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞൊരു ക്ലിപ്പുണ്ട്. തങ്ങളുടെ സഭയിലുള്ള പാസ്റ്റർമാരുടെ ഭാര്യമാർ അസിസ്റ്റൻ്റ് പാസ്റ്റർമാരോട് ഒളിച്ചോടുകയും തിരിച്ചു വരികയൊക്കെ ചെയ്ത് എന്നിട്ട് സഭ വളരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സഭയ്ക്കകത്ത് പ്രവചിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ഇങ്ങനെ പാസ്റ്റർമാരുടെ ഭാര്യമാർ ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്ന് സഭയ്ക്കകത്തിരിക്കുന്ന ഭാര്യമാരുള്ള സഭയാണ്. അപ്പോൾ അവിടെ പ്രവചിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താകുമെന്നറിയാമോ? ഇവരുടെ കള്ളി വെളിച്ചത്താകും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ സഭയിൽ ഞാൻ പ്രവചിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒളിച്ചോടിപ്പോയി മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഹോട്ടലിലും അതുപോലെയൊക്കെ തങ്ങിയിട്ട് തിരിച്ചു വന്ന് പാർക്കുന്ന ഈ സഹോദരിമാർ അവിടെ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞാൽ അത് ഈ സഹോദരിമാർ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുക, എന്തിനാണ് പ്രവചിപ്പിച്ചെന്നോർത്ത് വഴക്ക് പറയുമെന്നോർത്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത്. കാരണം ഇല്ലെങ്കിൽ സഭയ്ക്കകത്താണ് പ്രവചിക്കേണ്ടത്. സഭയ്ക്കകത്ത് പ്രവചിക്കാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഭയ്ക്കകത്ത് പ്രവചിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വിലക്കുകയും എന്നിട്ട് ഇദ്ദേഹം അവരോട് പറയും, നിങ്ങൾ അമ്പലത്തിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വിശ്വാസികളോട്, ഹിന്ദുക്കളാകുന്ന വിശ്വാസികളോടും ഇല്ല അമ്പലത്തിൽ പൂജ നടത്തുന്ന പൂജാരിയോടും പോയി പ്രവചിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സഭയിലേക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും മോസ്കിൻ്റെ വാതിൽക്ക് പോയി നിന്നിട്ട് അവിടെ ഞായറാഴ്ച അവരുടെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളോടും അവിടുത്തെ ഉസ്താദുമാരോടും പ്രവചിച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വരാനാണ് പറയുന്നത്. ഇതേതെങ്കിലും ബൈബിളിൻ്റെ അകത്ത് ഏതെങ്കിലും വാക്യമായിട്ട് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഇത് പരിധി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഈ ബൈബിൾ വായിക്കുന്നതാണ്, പലപ്പോഴായിട്ട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഇങ്ങനത്തെ വാക്യം കാണുന്നില്ല. സഭയിൽ പ്രവചനം വിലക്കണം, പുറത്ത് ചന്തയിലോ മാർക്കറ്റിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക്കിലോ പോയി എന്ന് പ്രവചിച്ചിട്ട് ആളെ കൊണ്ടുവരാൻ പറയുന്ന ഒരു വാക്യം പോലും ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ല. ഈ സഭയുടെ ആത്മിക വർധനവിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രവചനം പറയുന്നത് എഡിഫിക്കേഷനാണ്. അത് സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്, സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകും പ്രവചനം സഭയ്ക്കകത്ത് പറയുമ്പോൾ. ഇത് സഭയ്ക്കകത്ത് പറയേണ്ട കാര്യമാണ് പ്രവചനം, ഒരിക്കലും സഭയ്ക്ക് പുറത്ത് പറയേണ്ട കാര്യമല്ല പ്രവചനം എന്നുള്ളത്. സഭയുടെ അകത്ത് ഇരിക്കുന്ന വിശ്വാസികളുടെ സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടി പറയുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവചനം അദ്ദേഹം പറയുന്നത് എൻ്റെ സഭയ്ക്കകത്ത് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് പുറത്തു പോയി പറയണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇത് എവിടുന്ന് പഠിച്ചതാണെന്നോ ആരദ്ദേഹത്തെ പഠിപ്പിച്ചതാണെന്നോ ഒന്നും നമുക്ക് യാതൊരു ചിത്രവുമില്ല എന്നുള്ളതാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ബൈബിള് അത്യാവശ്യം എന്താണ് 1-2 പ്രാവശ്യം നന്നായി എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പ്രവചനം എവിടെ പറയണമെന്നും ഈ അന്യഭാഷ എവിടെ പറയണമെന്നൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ എന്താണ് ചിന്തിച്ചുകൊണ്ട് പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാതെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അതെടുത്ത് യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, സ്വയം അപകാസ്യരായിത്തീരുന്ന ഇപ്രകാരമുള്ള ദൈവദാസന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും എന്താണ് ആ ബൈബിൾ 1 കൊരിന്ത്യർ ലേഖനം എടുത്തിട്ട് അതിൻ്റെ 14-ാം അധ്യായം 22-ാം വാക്യം നന്നായിട്ട് എന്ത് ചെയ്യണം, വായിച്ച് പഠിച്ചിട്ട് ഇത് പ്രവചനം എവിടെയാണ് പറയേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊരിക്കലും എന്താണ്
അദ്ദേഹം പറയാത്താണ് അമ്പലത്തിൻ്റെ വാതിക്കൽ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വിശ്വാസികളെ, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വിശ്വാസികളുടെ മുമ്പിൽ തന്നെ പറയണമെന്ന് എന്താ കാര്യം? മോസ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളുടെ അടുക്കൽ തന്നെ ഇത് പറയണമെന്ന് നിർബന്ധം എന്താ? എന്നാൽ അദ്ദേഹത്തിന് പറയത്തില്ല, നിങ്ങൾ മാർക്കറ്റിൽ പോയി എന്ന് പ്രവചിക്കുക, വഴിവെക്കൽ പോയി എന്ന് പ്രവചിക്കുക. ഇത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പൂജയും കാര്യങ്ങളും നടത്തിയിട്ട് ഇറങ്ങി വരുന്ന അവിടെ ചെന്ന് പറയാനാണ് പറയുന്നത്. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന മോസ്കിൻ്റെ വാതുക്ക് എന്ന് പറയാനാണ് പറയുന്നത്. ഇത്രത്തോളം ചിത്രം ഉണ്ടാക്കുന്ന പണി എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ടിട്ട്, ഈ മണ്ടത്തരം കേട്ടിട്ട് ഏതെങ്കിലും ഒരുത്തൻ നാളെ പോയി അമ്പലത്തിൻ്റെ വാതുക്കെന്ന് പ്രവചിക്കാമെന്ന് പറ, മോസ്കിൻ്റെ വാതുക്കെന്ന് പ്രവചിക്കുകയാണെന്ന് പറ. അവിടെ ഉണ്ടാകുന്ന പുകിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും എന്താണ് അങ്ങനെ ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയുടെ വാതുക്കെ പോയി എന്ന് പ്രാർത്ഥിക്കുവാനോ പ്രവചിക്കുവാനോ സുവിശേഷം പോലും വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പള്ളിയുടെ വാതുക്കെ പോയിന്നുണ്ട്, ഒരു മോസ്കിൻ്റെ വാതുക്കെ എന്ന് നമ്മൾ സുവിശേഷം എന്താണ് അതിന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അവരുടെ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ അമ്പലത്തിൻ്റെ വാതുക്കൽ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ബാക്കി എത്രയോ സമയങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് പറയത്തില്ലേ? മാർക്കറ്റിൽ നിന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു എന്നേ, അല്ലാതെ ഒരു ആരാധനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്രകാരമുള്ള ദൈവദാസന്മാർ ചിന്തിക്കേണ്ടത്, അവർ പറയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കുക എന്താണ് പറയുന്നതെന്ന്. കാരണം ഇത് പബ്ലിക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പബ്ലിക് ഏത് തരത്തിലാണത് എടുക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ഒരു കാര്യം വ്യക്തമായും എന്താണ് മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടോ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഫ്രണ്ടിൽ വന്നുകൊണ്ടോ നമ്മൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ദൈവദാസന്മാർക്കും എന്താണ് ഇതൊക്കെ ഒരു പാഠമായിരിക്കണമെന്നാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചു തരുന്നത്.